ഹലോ ഗൈസ്, പുറത്തേക്ക് അങ്ങോട്ടേൽ ഇറങ്ങാന്ന് വെച്ചാൽ ആദ്യം ചെയ്യണത് ഈ ഒരു വലുതിയ ബോക്സിൽ കുറച്ച് വേസ്റ്റ് കൊടുന്ന് ഇടുക കേട്ടോ. അതിന് പെണ്ടയിലും കുറച്ച് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കണം. അപ്പോൾ എന്തായാലും ഇത് പെരുന്നാൾ തലേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയില്ലേ. ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണത് തന്നെ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇക്കാര്യത്തിൽ ഞാൻ എത്രത്തോളം അപ്ഡേറ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ എന്തായാലും പെരുന്നാൾ തലേന്നും ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടോ. അത് പൊരിഞ്ഞ വെയിലത്താണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ടെന്നാൽ ഞാൻ റെഡി ആട്ടോ. അങ്ങനെ നമ്മളിന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മലബാറാണ് കേട്ടോ, റോയൽ മലബാർ. അപ്പോൾ ഈ ഓൾറെഡി ഫുഡ് സ്പോട്ട് നമ്മൾ കണ്ടുവെച്ചുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷനില്ല കേട്ടോ, കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ റോയൽ മലബാർ പോയിട്ടോ. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നൊരു സദ്യ എന്നതാണ്, അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് കേട്ടോ ഈ ആഴ്ച നമ്മളിവിടെ എത്തിച്ചത്. അപ്പോൾ അത് എന്തായാലും അടിപൊളി ഫുഡ് ആയതുകൊണ്ട് തന്നെ ഫുഡ് മാത്രമല്ല നല്ല ആംബിയൻസും ആണ് കേട്ടോ. കുറച്ച് വില കൂടുതലുണ്ടോ എന്നൊരു സംശയം, എന്നാലും അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ കുട്ടീനെ കണ്ടില്ലേ, ഞാൻ വാച്ച് കെട്ടി എന്ന് പറഞ്ഞു, ഓക്കും വാച്ച് വേണം പറഞ്ഞു. ഇല്ലേക്ക് എൻ്റെ ചെറിയൊരു വാച്ച് കൊടുത്ത് ഓളും കെട്ടി, ഓളും ഹാപ്പി ഞാനും ഹാപ്പി കേട്ടോ. അങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന സമയത്താണ് നമ്മളെ ഇല വന്നത്. ഇല വന്നാൽ തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും ഇലയ്ക്ക് ചോറും സാമ്പാർ, മീൻകറി, ഉപ്പേരി, എരിശ്ശേരി, പപ്പടം, പായസം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതുണ്ട്. പ്ലസ് നമ്മൾ 2 മീൻ പൊരിച്ചതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ പൊരിക്ക് അസാധ്യ ടേസ്റ്റ് ചെയ്യുന്നു. അയിലയും അതുപോലെ തന്നെ മാന്തളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇതാ ഒരു കുഞ്ഞു ഡപ്പിൽ പായസം വന്നു കേട്ടോ. പായസമാണെങ്കിൽ സൂപ്പർ പായസമാണ്. എനിക്കാണെങ്കിൽ വലിയ മധുരമൊന്നും ഇഷ്ടമല്ല, എന്നാലും ഞാൻ പായസം കണ്ടാൽ വിടൂല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തിന്നണ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത്, വെയിലുകൊണ്ട് ഇന്നൊന്നും കാണണമെന്നല്ല. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ നല്ല വയറ് നിറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ പായസവും കുടിച്ചിട്ടോ. അങ്ങനെ പായസം കുടിച്ച് അവിടുന്ന് നമ്മൾ നേരെ പോയത് ദേറാമാൾക്ക് കണ്ടോ. ദേറാമാളിൽ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളത്തെ സെൻറ്റർ പോയിന്റ് കയറാലോ എന്ന് വിചാരിച്ചിട്ടോ. പെരുന്നാൾ തലേന്നല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കുറച്ചധികം വാങ്ങാണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ മാപ്പിളക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ മൂപ്പരിക്കാണെങ്കിലോ പെരുന്നാൾ തലേന്നാണ് ഡ്രസ്സൊക്കെ തരണത്. നമുക്കാണെങ്കിലോ ഇന്നെക്കൊണ്ട് അതിനൊന്നും കഴിയില്ല കേട്ടോ. ഞാനൊക്കെ ഒരു മാസം മുന്നേ എടുത്തിക്കണം. മൂപ്പർക്ക് അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും മൂപ്പര് ഡ്രസ്സ് എടുക്കാൻ പോയ സ്ഥിതിക്ക് നമ്മളിവിടെ ഒന്ന് സ്റ്റക്കായിട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും സ്റ്റക്കാവാത്തോലും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം മൈലാഞ്ചി മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇല്ലേക്ക് വില പറഞ്ഞൊരു നെയിൽ പോളിഷ് ഞാനും കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കുട്ടി ഒരുപാട് സാധനം അങ്ങനെ ഷോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പുതിയാപ്പിളൊക്കെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നാൽ എനിക്കും കുട്ടിക്കാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. അത്രയും സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ബില്ലടിച്ചാന്ന് വിചാരിച്ചിട്ട് വേണ്ടത്തൊക്കെ കുറേ സോർട്ട് ഔട്ട് ചെയ്ത് ഞങ്ങൾ അതും ബില്ലടിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പെരുന്നാൾ തലേന്ന് നല്ല ഒരുപാട് കാര്യം ചെയ്ത് തീർക്കണ്ട. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.